മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കാറ്ററ്റ് സീരീസിലെ റാൻഡം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് സീരീസിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ റാൻഡം സീരീസിൽ വീണ്ടും നമ്മൾ ചെയ്യാൻ ആലോചിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. ഇനി വീണ്ടും ഒരു 15 ക്വസ്റ്റ്യൻസ് കൂടെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. അൺഹെൽത്തി ഈറ്റിംഗ് പാറ്റേൺ ഡു നോട്ട് കോസ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അനീമിയ, എയ്ഡ്സ്, ഡെൻ്റൽ കാരിയസ്, ഒബേസിറ്റി എന്നുള്ള 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. എയ്ഡ്സ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ബാക്കിയുള്ളതെല്ലാം ഫുഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ആണ്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. വിച്ച് ന്യൂട്രീഷൻ ആർ എസെൻഷ്യൽ ടു ഗ്രോത്ത് ആൻഡ് റിപ്പയർ ദ മസിൽ ആൻഡ് ദ ബോഡി ടിഷ്യൂസും മസിൽസും റിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ ഏതാണ്? എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സോ ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, പ്രോട്ടീൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ദ ഇനോർഗാനിക് എലമെൻറ്റ്സ് ഒക്യൂറിങ് ഇൻ ദ ബോഡി ആൻഡ് വിച്ച് ആർ ക്രിട്ടിക്കൽ ടു ദ നോർമൽ ഫങ്ഷൻസ് ആർ എന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വിറ്റാമിൻസ്, പ്രോട്ടീൻ, കാർബ്സ്, അതുപോലെ തന്നെ മിനറൽസ് എന്ന് പറഞ്ഞിട്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതിൽ മിനറൽസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. An athlete weighing 15 kg who train for 2 hours require an intake of approximately എന്നുള്ളതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫോർത്ത് ക്വസ്റ്റ്യനിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതിൽ 2410. ഇപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഷുഗർ, സ്വീറ്റ്, ബ്രെഡ് ആൻഡ് കേക്ക്സ് ആർ റിച്ച് സോഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് ഉണ്ട്. കാർബ്സ്, ഫാറ്റ്, പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് അറിയാവുന്നതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കാർബ്സ് ആണ് ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ സിക്സ്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീൻ്റെ സോഴ്സ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് സിക്സ്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതും ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഗ്സും മീറ്റും മിൽക്കൊക്കെ എന്തുമായി ബന്ധപ്പെട്ടാണ്? പ്രോട്ടീനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓയിലാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഹൗ മെനി കലോറീസ് ആർ റിക്വയർഡ് പെർ kg ഓഫ് ബോഡി വെയ്റ്റ് എവറി അവർ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെവൻത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സെവൻത്ത് ക്വസ്റ്റ്യൻ ഇതും ഒരു എന്താ പറയുക, ന്യൂട്രീഷൻ എന്നുള്ള രീതിയിലൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1.3 ആണ് ഓപ്ഷൻ ബി. 1.3 ആണ് ഇത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ. അതിൻ്റെ എയ്ത്ത് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഫ് ദ ഫോളോയിങ് ദ റിച്ച് സോഴ്സ് ഓഫ് കാൽസ്യം ഈസ് എന്നുള്ളതാണ്. കാൽസ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ കാൽസ്യം കിട്ടുന്ന സോഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. മിൽക്ക്, നട്ട്സ്, മീറ്റ്, എഗ്സ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ. സോ ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് മിൽക്കാണ്. അപ്പോൾ എയ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് മിൽക്ക് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നയൻത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അധികവും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടാണ്. എ റിച്ച് സോഴ്സ് ഓഫ് വിറ്റാമിൻ എ ഈസ്? വിറ്റാമിൻ എയുടെ റിച്ച് ആയിട്ടുള്ള സോഴ്സ്, ഏറ്റവും കൂടുതൽ കിട്ടുന്ന സോഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. പ്രിക്കോട്ട് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 10th ക്വസ്റ്റ്യൻ. സിട്രസ് ഫ്രൂട്ട്സ് ആർ റിച്ച് ഇൻ എന്നുള്ളതാണ് 10th ക്വസ്റ്റ്യൻ. 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻസ് വരുന്നത് വിറ്റാമിൻ എ, ബി, സി, ഡി എന്നിങ്ങനെ ആയിട്ട് തന്നിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. വിറ്റാമിൻ സി എന്നുള്ളതാണ് 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്.
ബ്രെഡ് സിറിയൽസ് ആൻഡ് റൈസ് പ്രൊവൈഡ്സ് വിത്ത് ദ മോസ്റ്റ് ഓഫ് ദ എന്ന് പറഞ്ഞിട്ടാണ് 11th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കാർബ്സ്, പ്രോട്ടീൻ, വിറ്റാമിൻ, അതുപോലെ തന്നെ മിനറൽസ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഇവിടെ തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് എ ആണ് ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, കാർബ്സ് ആണ്. സോ മേക്ക് കറക്റ്റ് പെയർ, അങ്ങനെ ചേരുംപടി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫുഡ് സോഴ്സും അതുപോലെ തന്നെ ന്യൂട്രീഷൻ എന്നിങ്ങനെ ആണ് ക്ലാസിഫൈ ചെയ്ത് 2ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഇത് ചേരുംപടി ചേർക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ചുവടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ മിൽക്ക്, ചീസ് ഇതെല്ലാം പോകുന്നത് കാൽസ്യം, നട്ട്സ് എന്നിങ്ങനെ ഉള്ളതിലേക്കായിരിക്കും. അപ്പോൾ എ 2ലേക്കും അതുപോലെ തന്നെ ബി മീറ്റ്, പോൾട്രി, ഫിഷൊക്കെ പോകുന്നത് പ്രോട്ടീനിലേക്കും ആയിരിക്കും. അപ്പോൾ ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്ന എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് നോക്കുമ്പോൾ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സൺലൈറ്റ് ഈസ് എ സോഴ്സ് ഓഫ്, സൺലൈറ്റിലൂടെ നമുക്ക് കിട്ടുന്ന സോഴ്സ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ആലോചിക്കാതെ തന്നെ പറയാൻ പറ്റുന്നൊരു ഉത്തരമാണ് ഓപ്ഷൻ ഡി ആണ്, വിറ്റാമിൻ ഡി. നൈട്രജൻ ഫോം എ പാർട്ട് ഓഫ് എന്നുള്ളതാണ് 14th ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നൈട്രജൻ ഫോംസ് ഓഫ് എ പാർട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്, പ്രോട്ടീൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അതുപോലെ തന്നെ 15th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒബേസിറ്റി ഡസ് നോട്ട് കോസ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ 4 ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.